നമസ്കാരം. തൈവാനിൽ നാളെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അത് തൈവാൻ്റെ ഭാവിയെ അതല്ലെങ്കിൽ തൈവാനും ചൈനയുമായുള്ള ബന്ധത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ തന്നെ ആകെ ഉലഞ്ഞിരിക്കുകയാണ്. ചൈന ഇപ്പോഴും തൈവാൻ്റെ മേൽ തങ്ങളുടെ അധീശത്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. ഒരു പക്ഷേ നാളെ ചൈന ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ പോലും അതിൽ അതിശയപ്പെടാനില്ല. കാരണം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സംബന്ധിച്ച് പലപ്പോഴും അദ്ദേഹം തൈവാനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ നേരത്തെ നടത്തിയിരുന്നു, മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നാളെ തൈവാനിൽ പുതിയ ഭരണാധികാരി എത്തുമ്പോൾ ആ ഭരണാധികാരി ചൈനയുമായുള്ള ബന്ധം വളരെ മോശമായ രീതിയിലാണ് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് എങ്കിൽ ശക്തമായ ചൈനീസ് ആക്രമണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ ഒരു പക്ഷേ അതിനെ ചെറുത്ത് നിൽക്കാൻ പൂർണ്ണമായും തൈവാന് കഴിയുമോ എന്ന് സംശയമാണ്. കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിൽ അത്രയും അന്തരമുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധമുണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ ഒരു പ്രമുഖനായ ഗവേഷകൻ. ഇൻഡോ പസഫിക് മേഖലയെക്കുറിച്ച് പ്രത്യേക പഠനം നടത്തുന്ന ഡാരൻ സ്പിക് എന്ന ഗവേഷകനാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ നൽകുന്നത്. ഡാരൻ സ്പിക് പറയുന്നത് ഒരു യുദ്ധമുണ്ടായാൽ കുറഞ്ഞത് 5 ലക്ഷം പേരെങ്കിലും കൊല്ലപ്പെട്ടേക്കാം എന്നുള്ളതാണ്. ഇത് ശരിക്കും നമ്മളെ വല്ലാതെ നടുക്കുന്ന ഒരു പ്രവചനമാണ്. 5 ലക്ഷം പേരെങ്കിലും കൊല്ലപ്പെട്ടേക്കാം എന്നാണ്. കാരണം ചൈനയുടെ കയ്യിലുള്ള അത്യന്താധുനിക ആയുധങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ സാങ്കേതികമായ കാര്യങ്ങളിൽ തൈവാനും ഒട്ടും പിന്നിലല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായാൽ അത് ഒരുപാട് മേഖലകളെ ബാധിക്കും. ഇപ്പോൾ പറഞ്ഞതുപോലെ 5 ലക്ഷം പേർ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഒരു യുദ്ധത്തിൽ 5 ലക്ഷം പേരാണ് കൊല്ലപ്പെടുക എന്ന് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇത് മറ്റു ചില മേഖലകളെ അതുപോലെ തന്നെ ബാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അതല്ലെങ്കിൽ IT മേഖല, വിവര സാങ്കേതിക മേഖലയിലൊക്കെ തന്നെ ഇത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇപ്പോൾ ലോകത്ത് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളെല്ലാം തന്നെ, അത് മൊബൈൽ ഫോണിൻ്റേതാകട്ടെ കാറിൻ്റെ ഉപകരണങ്ങളാകട്ടെ, ഇതിൻ്റെ 90% ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോഴും തൈവാനിൽ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം നിർമ്മിക്കുന്ന തൈവാൻ വല്ലാത്ത ഒരു യുദ്ധ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിൻ്റെ നിർമ്മാണം തീർത്തും ഇല്ലാതാവുകയും അങ്ങനെ ഈ മേഖല വലിയൊരു പ്രതിസന്ധിയെ നേരിടേണ്ടിയും വരും എന്നാണ് ഡെറിക് പറയുന്നത്. മാത്രവുമല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ മാർഗത്തിലൂടെയുള്ള ഇത് വഴിയുള്ള മറ്റ് ഗതാഗതവും കയറ്റുമതി ഇറക്കുമതി അല്ലെങ്കിൽ കപ്പൽ ഗതാഗതം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവയൊക്കെ തന്നെ വാണിജ്യ മേഖലയെ ആകെ തന്നെ ഈ ഒരു യുദ്ധം ദോഷകരമായി തന്നെ ബാധിക്കും എന്നാണ് പറയുന്നത്. അതേസമയം യുദ്ധമുണ്ടാകുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നില്ല. യുദ്ധമുണ്ടായാൽ ഉള്ള സ്ഥിതിഗതികളെക്കുറിച്ചാണ് പറയുന്നത്. ഏതായാലും നാളെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരീക്ഷകർ തൈവാനിലെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ഇതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അമേരിക്ക ഈ ഒരു വിഷയത്തിൽ തൈവാൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് തങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ചൈന നേരത്തെ പലതവണ നൽകിയിട്ടുണ്ട്. ചൈന പലപ്പോഴും നിരീക്ഷകരെ അയക്കാറുണ്ട് തൈവാനിലേക്ക് അവരുടെ കാര്യങ്ങൾ വിലയിരുത്താൻ. അതുപോലെ ചൈനയും തൈവാനും തമ്മിലുള്ള ഉഭയകക്ഷി പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോഴൊക്കെ തന്നെ അമേരിക്ക ഇടപെടാറുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ. പക്ഷേ തങ്ങളുടെ മേഖലയിൽ അല്ലെങ്കിൽ തങ്ങളുടെ അധിനിവേശ മേഖല എന്ന് തന്നെ പറഞ്ഞത്, അതല്ലെങ്കിൽ തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ അമേരിക്ക പോലുള്ള രാജ്യം അങ്ങനെ ഒന്ന് ഇടപെടുന്നത് ഒരു കാരണവശാലും ചൈന അംഗീകരിക്കാത്തൊരവസ്ഥയാണ്. ഷീ ജിൻപിങ് തന്നെ അക്കാര്യത്തിൽ നേരത്തെ പലതവണ അമേരിക്കയോട് കാര്യത്തിൽ ഇടപെടരുത് എന്നാവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തൈവാനിലെ ജനങ്ങൾ പൊതുവെ വളരെ അധ്വാനശീലരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ മേഖലകളിൽ വളരെ സജീവമായി തന്നെ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് കൂടി വരുന്നത്. പക്ഷേ ഈ ഒരു മുന്നറിയിപ്പ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 5 ലക്ഷം പേർ കൊല്ലപ്പെടും. ലോകത്തെ 90% ഈ ഇത്തരത്തിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ നിർമ്മിക്കുന്ന തൈവാനിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ലോകത്തെ എല്ലാ വ്യവസായങ്ങളെയും ഒറ്റയടിക്ക് തന്നെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ മുതൽ കാറിൻ്റെ സ്പെയർ പാർട്ടുകൾ വരെ അതിൻ്റെ നിർമ്മാണം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളോട് എത്തും. അപ്പോൾ ഏതായാലും ലോകം ആകാംക്ഷയോടെയാണ് ഇപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഒരു യുദ്ധമുണ്ടായാൽ ചൈന തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ആയുധങ്ങളുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് തൈവാനെ പോലെയുള്ള താരതമ്യേന ചെറിയ രാജ്യത്തെ അവർക്ക് ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും ഒക്കെ പറ്റും. പക്ഷേ ശക്തമായ ചെറുത്തുനിൽപ്പിന് തൈവാനാകട്ടെ തങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിക്കും എന്നുള്ള ഭയവും ചൈനയ്ക്കുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നാളെ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ചൈനയ്ക്കും തൈവാനും അതുപോലെ തന്നെ ആഗോള വിപണിക്കും.